അപ്പോൾ നമ്മുടെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രോഷേൻ്റെ അടുത്ത പാറ്റേൺ ആട്ടോ ഒന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബോയ് ആണ് കേട്ടോ. അപ്പോൾ അതിനൊരു ബേബി പിങ്ക് കളറിലുള്ള യാൺ എടുത്തിട്ടുണ്ട്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹുക്കും ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് യൂഷ്വലി നമ്മുടെ മാജിക് റിങ് ഞാൻ അവിടെ ചെയ്തെടുക്കുന്നുണ്ട്. മാജിക് റിങ് ചെയ്തതിന് ശേഷം 5 ചെയിൻ സ്റ്റിച്ചസ് ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ കുറച്ച് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് കേട്ടോ കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, ഇന്നലെ നമ്മൾ ചെയ്ത ഒരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു, അതായത് നമ്മൾ പുതുതായിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതായത് ഡബിൾ ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയും. അതായത് ഹുക്കിൻ്റെ മുകളിൽ യാണ് 3 തവണ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടായിട്ട് ഇങ്ങനെ പുറത്തെടുക്കുന്നതിനാണ് ഈ ഡബിൾ ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഡബിൾ ട്രിപ്പിൾ ക്രോഷേ നമ്മൾ 6 എണ്ണം ഈ ഒരു മാജിക് റിങ്ങിലായിട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഫസ്റ്റ് ചെയ്ത് ചെയിൻ സ്റ്റിച്ച് ഒഴികെ ബാക്കി 6 എണ്ണം നമ്മൾ ടോട്ടൽ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മാജിക് റിങ്ങിലായിട്ട് ടോട്ടൽ 7 സ്റ്റിച്ചസ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ടാവും. ഇനി വീണ്ടും നമ്മൾ ഇതുപോലെ 5 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മാജിക് റിങ്ങിൻ്റെ അകത്തേക്ക് നമ്മളൊന്ന് ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ബോൻ്റെ ഒരു സൈഡ് റെഡിയായി കേട്ടോ. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മുടെ നെക്സ്റ്റ് സൈഡ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്, 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു, അതേപോലെ 6 ഡബിൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നു, വീണ്ടും ഒരു 5 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അതോടുകൂടി നമ്മുടെ ഈ ഒരു ബോ ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും വെറും ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബോയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ബ്രൂച്ചസോ അല്ലെങ്കിൽ ഹെഡ് ബാൻഡോ ക്ലിപ്പോ ഒക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഞാൻ ചെയ്യുന്നത്, അതായത് നമ്മുടെ ഈ മാജിക് റിങ്ങിനെ ക്ലോസ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇത് ക്ലോസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഫൈനൽ ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. സെൻഡ് ഓഫിനൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഇതിൽ നിങ്ങൾക്കൊരു ബ്രൂച്ചായിട്ട് ഇതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ കീച്ചൻ ആയിട്ടും വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ബാക്കിയുള്ള വീഡിയോസ് ചെക്ക് ചെയ്യാനും മറക്കണ്ട.